നമസ്കാരം. RRBയുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് അതായത് NDPC എക്സാംസിന് വേണ്ടി ഒരുങ്ങുന്നവർക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റീസണിങ്ങിൻ്റെ അനലോഗി എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ പേര് ഷിജോ എന്നാണ്. ഞാൻ റീസണിങ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ വരുന്നത്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് NDPC എക്സാമിന് നമുക്ക് റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് എത്രയാണ് അല്ലെങ്കിൽ എത്ര മാർക്കാണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പം നമുക്ക് റീസണിങ്ങിന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്സ് ആണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച്. ഇപ്പം മാത്സിനും ജനറൽ അവയർനെസ്സിനും അതായത് GKയ്ക്കും മാത്സിന് 30 GKയ്ക്ക് 40 ക്വസ്റ്റ്യൻസും ആണ്. ഇപ്പോൾ ഈ റീസണിങ് ആണ് കമ്പാരിറ്റീവ്ലി മാത്സുമായിട്ടും GK ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് റീസണിങ് എന്ന് പറയുന്നത്. അതായത് 30 ഔട്ട് ഓഫ് 30 എന്നുള്ളൊരു ടാർഗറ്റ് വെച്ച് വേണം നമ്മൾ റീസണിങ് പഠിക്കാൻ. അതായത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെന്നുള്ള ഒരു വാശിയോടെ വേണം നമ്മൾ റീസണിങ് പഠിക്കാൻ. അപ്പം ടയർ 2-നാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറച്ച് വ്യത്യാസമുണ്ട്. 5 ക്വസ്റ്റ്യനുണ്ട്. അതായത് 35 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ടയർ 2-ന് വരുന്നത്. അപ്പം അവിടെ മാത്സിന് 35 ആണ്, GKയ്ക്ക് 50 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെയും എന്താണ് കമ്പാരിറ്റീവ്ലി നമുക്ക് സ്കോർ ചെയ്യാതെ ഇവിടെ 35 ഔട്ട് ഓഫ് 35 ആ ഒരു രീതിയിൽ വേണം നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ടയർ 1 30 ക്വസ്റ്റ്യൻ, ടയർ 2-ന് റീസണിങ് വരുമ്പോൾ 35 ക്വസ്റ്റ്യൻ. അപ്പോൾ സിലബസിനെ പറ്റി പറയുകയാണെങ്കിൽ ടയർ 1-നും ടയർ 2-നും സെയിം സിലബസ് ആണ്. പിന്നെ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ രീതിയിലുള്ള വ്യത്യാസമാണ്. അതായത് ടയർ 1-ന് കുറച്ചും കൂടി ടയർ 2-നെ അപേക്ഷിച്ച് കുറച്ചുകൂടി എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടയർ 2-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമെന്നേ ഉള്ളൂ. സിലബസ് രണ്ടും സെയിം. സിലബസ് ടയർ 1-നും ടയർ 2-നും എന്താണ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ സിലബസ് പറയുകയാണെങ്കിൽ നമുക്ക് റീസണിങ്ങിൻ്റെ സിലബസ് എല്ലാം നമുക്ക് ബാക്കിയുള്ള എക്സാംസിന് വരുന്ന പോലെ തന്നെ അനലോഗി, അതേപോലെ ആൽഫബറ്റിക്കൽ ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, ബ്ലഡ് റിലേഷൻ, സിലോജിസം, വെൻ ഡയഗ്രാം, റാങ്കിങ് ആൻഡ് സീറ്റിംഗ്, അതേപോലെ അനലിറ്റിക്കൽ റീസണിങ്. ഓക്കെ, ഇവിടെ അനലിറ്റിക്കൽ റീസണിങ് ഇവിടെ ഒരു വട്ടം എക്സ്ട്രാ വന്നതാണ്. ഓക്കെ, ഡേറ്റ സഫിഷ്യൻസി. അപ്പോൾ അനലിറ്റിക്കൽ റീസണിങ്ങിനകത്ത് വരുന്നതാണ് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെ കൺക്ലൂഷൻസ് പറയാം, അല്ല അതിൽ നിന്ന് എന്തൊക്കെ അസംഷൻസ് പറയാം, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്നതാണ് അനലിറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് റീസണിങ്ങിൻ്റെ ഭാഗത്തുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമിയുടെ ആപ്പ് ത്രൂ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് NDPCയുടെ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കും. അതേപോലെ തന്നെ നമ്മൾ ALPയുടെയും അതേപോലെ RPFൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ദിശ ആപ്പ് വഴി നമുക്ക് പ്ലേ സ്റ്റോറിൽ ദിശ ആപ്പ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാ ക്ലാസ്സുകളും നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സും നമ്മൾ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അനലോഗി എന്ന് പറഞ്ഞാൽ എന്താണ്? അനലോഗി എന്ന് പറഞ്ഞാൽ സിമിലാരിറ്റി എന്നുള്ള മീനിങ് ആണ്. അതായത് ഒരേപോലുള്ള ബന്ധം, ഒരേപോലുള്ള റിലേഷൻ എന്നുള്ള മീനിങ് ആണ് നമ്മൾ അനലോഗി എന്നുള്ള വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ അനലോഗി എന്ന് പറയുന്നത് നമുക്ക് 3 രീതിയിലാണ് നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. ബേസ്ഡ് ഓൺ വേർഡ്സ് എന്ന് പറയുമ്പോൾ അത് ഫാക്റ്റ് ബേസ്ഡ് ആണ്. അതായത് ഒരു ലോജിക്ക് ബേസ്ഡ് ആണ്. ഒരു ഐഡിയ വെച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ ഒരു കാര്യം വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ആൻസർ എടുക്കേണ്ടത്. അതിൻ്റെ മീനിങ് വെച്ചിട്ട് തന്നെയാണ്. ഇനി ആൽഫബറ്റ് വരുമ്പോൾ അവിടെ മീനിങ് ഒന്നുമല്ല, അത് ലെറ്റേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്. അതായത് നമ്മൾ A to Z വരെയുള്ള ലെറ്റേഴ്സിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് ബേസ്ഡ് ഓൺ ആൽഫബറ്റ് എന്ന് പറയും. നമ്പർ വരുമ്പോൾ എന്താണ്? നമ്പർ ബേസ്ഡ് ആണ്. അവിടെ സ്ക്വയർ നമ്പർ ആവാം, ക്യൂബ് ആകാം, അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുന്നതാകാം, മൈനസ് ചെയ്യുന്നതാകാം. അപ്പോൾ അങ്ങനെ വരുന്നതാണ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഓരോന്നും ഓരോ സെക്ഷനായിട്ട് പോവുകയാണ്. ആദ്യം നമ്മൾ വേർഡ് അനലോഗിയാണ് ആദ്യം ചെയ്യുന്നത്. വേർഡ് അനലോഗി. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ തേർഡ് വേർഡ് ഓൺ ദ സെയിം ബേസിസ് ആസ് ദ സെക്കൻഡ് വേർഡ് ഇസ് റിലേറ്റഡ് ടു ദ ഫസ്റ്റ് വേർഡ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പെയർ ആൾക്കാർ തന്നിട്ടുണ്ട്. എന്താണ്? ക്ലോസ് ഓപ്പൺ. ഓക്കെ, ക്ലോസ് ഓപ്പൺ. അപ്പോൾ ഈ ക്ലോസും ഓപ്പണും എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതേപോലെ കട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് എന്താണ്? ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഫാക്റ്റ് ആണ്, അതായത് അതിൻ്റെ മീനിങ് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. ക്ലോസ് ഓപ്പൺ എന്താണ് റിലേഷൻ? വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ക്ലോസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഓപ്പൺ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കട്ടെന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്റ്റിച്ച് ആണ്. ഓപ്ഷൻ D ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. സ്റ്റിച്ച് എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണോ റിലേഷൻ വരുന്നത് അതേപോലെ എന്ത് ചെയ്താൽ മതി? കണക്ട് ചെയ്താൽ മതി. സിമ്പിളാണ്.
അപ്പോൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ GK ബേസ്ഡ് ആകാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബേസ്ഡ് ആകാം. GK എന്ന് പറയുമ്പോൾ അതിൽ ഏത് സബ്ജക്റ്റും ആവാം, സയൻസ് ആവാം, അല്ലെങ്കിൽ സോഷ്യൽ ആകാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ എന്ത് വേണമെങ്കിലും ഏത് ഫീൽഡിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ നിങ്ങൾ ഒരുപാട് അറിയാത്ത കാര്യങ്ങളൊന്നും, നമ്മൾ കോമൺ ആയിട്ട് കേട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കത്തുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേഘാലയ, ഷില്ലോങ്. അങ്ങനെയാണെങ്കിൽ ബീഹാറിന് കറസ്പോണ്ടിങ് എന്ത് വരും? അപ്പോൾ നിങ്ങൾക്കറിയാം മേഘാലയയുടെ ക്യാപിറ്റലാണ് ഷില്ലോങ്. അപ്പോൾ ഇവിടെ എന്താണ്, ക്യാപിറ്റൽ ബേസ്ഡ് ആണ്. ഓക്കെ, മേഘാലയ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലാണ് ഷില്ലോങ് എങ്കിൽ ബീഹാർ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? അത് അറിയാവുന്നവർക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പാട്നയാണ്. ഇത് നമുക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ പാട്നയാണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമുക്ക് അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു GK കൂടെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ലയൺ ഈസ് റിലേറ്റഡ് ടു റോർ ഇൻ ദ സെയിം വേ ഹോഴ്സ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. അപ്പോൾ ലയണും റോറും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അപ്പോൾ അത് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കരയുന്ന സൗണ്ടാണ്. ഓക്കെ, അവരുടെ സൗണ്ട് ഓഫ് ക്രൈ ആണ് ഈ തന്നിരിക്കുന്നത്. ഇപ്പോൾ ലയൺ കരയുന്ന സൗണ്ടിനാണ് റോർ എന്ന് പറയുന്നതെങ്കിൽ ഹോഴ്സ് കരയുന്ന സൗണ്ടിന് എന്ത് പറയുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഹോഴ്സിൻ്റെ സൗണ്ട് നമ്മൾ പറയുന്നത് നെയ് എന്നാണ്. ഓക്കെ, ഹോഴ്സിൻ്റെ സൗണ്ട് പറയുന്നത് നെയ് എന്നാണ്. ബാക്കിയുള്ള സൗണ്ട് നിങ്ങൾക്ക് അറിയാം. ഇസ് എന്ന് പറഞ്ഞാൽ അറിയാം, സ്നേക്കിൻ്റെ സൗണ്ടാണ്. ബ്രേ എന്ന് പറഞ്ഞാൽ ഡോങ്കിയുടെ സൗണ്ടിനാണ് നമ്മൾ ബ്രേ എന്ന് പറയുന്നത്. അതേപോലെ ഹൂട്ട് എന്ന് പറഞ്ഞാൽ ഔളിൻ്റെ സൗണ്ടാണ്. ഓക്കെ, അപ്പം എങ്ങനെ വേണമെങ്കിലും ആകാം. നമ്മൾ പറഞ്ഞല്ലോ ഏത് ഫീൽഡിൽ നിന്ന് വേണമെങ്കിലും ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം. അപ്പം നമ്മുടെ ഒരു കോമൺ സെൻസും അറിവും ഒക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്താണ് ഒരു ഇംഗ്ലീഷ് ബേസ്ഡ് ആണ്, മീനിങ് ബേസ്ഡ് ആണ് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ നോക്കി, അൺകൗത്ത് സിവിലൈസർ. ഇപ്പോൾ അൺകൗത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അൺകൗത്ത് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ പ്രാകൃതരായ എന്നുള്ള മീനിങ് ആണ്. അതായത് വലിയ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരെന്നുള്ള മീനിങ് അൺകൗത്ത്. പ്രാകൃതരായ ആൾക്കാരെന്നുള്ളൊരു മീനിങ് ആണ് അൺകൗത്ത് എന്ന് പറഞ്ഞാൽ. അതായത് ഈ സിവിലൈസറിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺകൗത്ത്, ഓപ്പോസിറ്റ് വേർഡാണ്. ഓക്കെ, സിവിലൈസർ അല്ലാത്ത ആൾക്കാരാണ്, സംസ്കാരം ഇല്ലാത്ത ആൾക്കാർ എന്നൊക്കെയുള്ള മീനിങ് ആണ് അൺകൗത്ത് എന്ന് വരുന്നത്. ഇപ്പോൾ കാര്യം മനസ്സിലായി, എന്താണ്, ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ പെയറായിട്ടാണ് എടുക്കേണ്ടത്. ഏതാണ്? ഓപ്ഷൻ സി, ഡാർക്ക് ലൈറ്റ്. ഡാർക്ക് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ലൈറ്റ്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വേർഡ്സ് ഒന്ന് പറയാം. റെത്ത്ലെസ്. റെത്ത്ലെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ക്രൂവൽ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ഓക്കെ, റെത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ക്രൂവൽ എന്നൊക്കെയുള്ള മീനിങ് ആണ്. ദയയില്ലാത്തവൻ അല്ലെങ്കിൽ ക്രൂരരായ ആൾക്കാർ എന്നൊക്കെയുള്ള മീൻ. ബ്രേവ് അത് ഒരു ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ അതല്ല. വൈൽഡ് ആനിമൽ നിങ്ങൾക്ക് അറിയാം, അത് ഓപ്പോസിറ്റ് അല്ല. ഇല്ലിട്രേറ്റും ബുക്കും എടുത്താൽ അത് ലിറ്ററലി ഓപ്പോസിറ്റ് അല്ല, മീനിങ് വെച്ചെടുക്കുമ്പോൾ ഇല്ലിട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളെന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ ലിറ്ററേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ബുക്കുമായിട്ട് ഓപ്പോസിറ്റ് വരില്ല. അപ്പോൾ എന്താണ്, ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നോക്കാം. ഇവിടെ എന്താണ്, ഇവിടെ തെർമോമീറ്റർ, ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ തെർമോമീറ്റർ ടെമ്പറേച്ചർ ആണെങ്കിൽ അതിന് അതേപോലെ വരുന്ന പെയർ ഏതാണെന്ന് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഏതായിരിക്കും വരുന്നത്? അപ്പോൾ എന്താണ് ബന്ധം എന്ന് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്താണ് ബന്ധം? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് തെർമോമീറ്റർ, അല്ലേ? ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ എങ്കിൽ ഇവിടെ വരുമ്പോൾ ഏത് ഓപ്ഷനാണ്? ഓഡോമീറ്റർ പ്രഷർ കറക്റ്റ് ആണോ? പ്രഷർ മെഷർ ചെയ്യാൻ ഓഡോമീറ്റർ ആണോ ഉപയോഗിക്കുന്നത്? അല്ല, പ്രഷർ മെഷർ ചെയ്യാൻ ബാരോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതല്ല. ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ സ്കെയിൽ ആണോ ഉപയോഗിക്കുന്നത്? അല്ല, ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈഗ്രോമീറ്റർ ആണ്. അപ്പോൾ അതുമല്ല. ഓക്കെ, നെക്സ്റ്റ് ഓപ്ഷൻ ബാരോമീറ്റർ. ഡെപ്ത് മെഷർ ചെയ്യാനാണോ ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്? അല്ല, പ്രഷർ മെഷർ ചെയ്യാനാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ അനിമോമീറ്റർ. വിൻഡ്, അതായത് വിൻഡിൻ്റെ സ്പീഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്, അനിമോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് എടുക്കേണ്ടത്. എന്താണോ റിലേഷൻ അതേപോലെ വരുന്ന ഓപ്ഷൻ എടുത്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ വേർഡ് അനലോഗി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായിട്ടുണ്ട്. എന്താണ് ആ ഒരു റിലേഷൻ വരുന്ന രീതിയിൽ വരുന്ന ഓപ്ഷൻ എടുക്കുക എന്നുള്ളൂ. എളുപ്പമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ എളുപ്പമാണ്. പക്ഷെ നമുക്ക് അതിനെപ്പറ്റി ഒരു അറിവില്ലെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഒരു GKയുടെ ഞാൻ പറഞ്ഞല്ലോ, GKയും കൂടെ റിലേറ്റഡ് ആണത്. ഓക്കെ, ഇനി നമ്മൾ വേർഡ് അനലോഗിയിലേക്ക് പോവാണ്. വേർഡ് അനലോഗിയിലേക്ക് പോകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തെപ്പറ്റി ഇവിടെ GK വേണമെന്നില്ല. കാരണം ഇവിടെ എന്താണ്, ഇവിടെ ആൽഫബറ്റുകളുടെ പൊസിഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ആൽഫബറ്റുകളുടെ പൊസിഷൻ നമ്മൾ എഴുതും. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സ് എഴുതിയിട്ട് അവരെ നമ്പർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ 1 2 3 എന്ന് നമ്പർ ചെയ്യും. അങ്ങനെ നമ്പർ ചെയ്യുമ്പം നമ്മൾ M വരെ എഴുതിയിട്ട് N മുതൽ അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്. ഇങ്ങനെ എഴുതേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ അക്ഷരത്തിനും കറസ്പോണ്ടിങ് എന്തുണ്ട്,
ഒരു ഓപ്പോസിറ്റ് ആളുണ്ട്. അപ്പോൾ ആ ആളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ എ മുതൽ ഇസഡ് വരെ ഈ ഒരു രീതിയിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ചെയ്യേണ്ട രീതി ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ എന്താണ് ACE എന്ന് പറയുന്നത് FHJ ആണെങ്കിൽ OQS എന്ന് പറയുന്നത് എന്താവും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ACE എന്ന് പറയുന്നത് FHJ ആയിട്ട് മാറുമെങ്കിൽ അപ്പോൾ ഇവിടെ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ AC ഇവരെങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നതെന്നല്ല കണ്ടുപിടിക്കേണ്ടത്. ഈ എയിൽ നിന്ന് എഫിലേക്ക് എങ്ങനെ പോയി, സിയിൽ നിന്ന് എച്ചിലേക്ക് എങ്ങനെ പോയി, ഇയിൽ നിന്ന് ജെയിലേക്ക് എങ്ങനെ പോയി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നോക്കിയേ, ഇപ്പം ഇവരെങ്ങനെ പോയെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൂടിപ്പോയതാണോ കുറഞ്ഞു പോയതാണോ, അതിനാണ് നമ്മൾ ഈ നമ്പർ ചെയ്തേക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ നമ്പർ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ആ ഒരു എത്ര കൂടിപ്പോയെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ്. അതേപോലെ ഈ ഓപ്പോസിറ്റ്, ഇപ്പോൾ ഓപ്പോസിറ്റ് എഴുതിയേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇപ്പോൾ ജിയുടെ ഓപ്പോസിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ട് പറയാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് നോക്കി പറയാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നത്. ഇത് നോക്കാം, എയുടെ പൊസിഷൻ വാല്യൂ 1 ആണ്, എഫിൻ്റേതോ 6 ആണ്. അപ്പോൾ ഇവിടെ എന്ത് പറയാം, 5 കൂടി പോയെന്ന് പറയാം. അതായത് എയുടെ കൂടെ 5 കൂടുന്നതാണ് എഫ് എന്ന് പറയാം. ഇനി സി വെച്ച് നോക്കിയേ, സി എന്ന് പറയുന്നത് 3 ആണ്, എച്ച് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ അവിടെ എന്ത് പറയാം, 5 കൂടി പോയതാണെന്ന് പറയാം. ഇനി ഇ ടു ജെ നോക്കിയാൽ ഈ 5 ആണ്, ജെ 10 ആണ്. അപ്പോൾ അവിടെ എന്ത് പറയാം, 5 കൂടി പോയതാണ്. ഇപ്പോൾ നിങ്ങൾ അവിടെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ എഫ് നോക്കുമ്പോൾ എയിൽ നിന്ന് 1 2 3 4 5, അതായത് 5 കൂടിയാണ് എഫിലേക്ക്. നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം എന്ത് ചെയ്താൽ മതി, അതിനാണ് നമ്മൾ നമ്പർ എഴുതിയേക്കുന്നത്. പെട്ടെന്ന് കുറച്ച് നോക്കിയാൽ പോലെ, അപ്പം കുറച്ച് നോക്കി പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ അതേപോലെ എന്ത് ചെയ്താൽ മതി, OQS ഇവിടെ എന്തായിരിക്കും, +y +5 +y ഈ ഒരു ഓർഡറിലായിരിക്കും. ഇപ്പോൾ നോക്കി, ഓയുടെ പൊസിഷൻ വാല്യൂ 15 ആണ്, 15 5. നിങ്ങൾക്ക് ഒന്നേ കൗണ്ട് ചെയ്യാൻ ഇങ്ങനെ 1 2 3 4 5 എന്ന് കൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ 15 5 എത്രയാണ്, 20, അതായത് ടി. ഇപ്പോൾ ടി Q + 5 എത്ര വരും, 17 5 22. വി ഓക്കെ, ടി വി എസ് +5 എസ് 19 5 24 എക്സ്. ആൻസറായി ഓപ്ഷൻ. ഇങ്ങനെയാണ് നമ്മൾ ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കത് ആ ചെയ്യുന്ന രീതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ആൽഫബറ്റ് അനലോഗി വരുമ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളിങ്ങനെ A to Z വരെ എഴുതിയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ എഴുതുക, ബീക്ക് എന്ന് പറയുന്നത് EIFQ എന്ന് എഴുതിയാൽ സെയിൽ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം, സെയിൽ എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം. അപ്പോൾ നോക്കിയാൽ B to E നോക്കിയാൽ B 2 ആണ്, E 5 ആണ്. അപ്പോൾ എന്താണ്, +3. E to I നോക്കിയാലോ E 5 ആണ്, I 9 ആണ്. അപ്പോൾ എന്താണ്, +4 ആണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാം ഒരേപോലെ വരണമെന്നില്ല. അതായത് ആദ്യം 3 കൂടിയെന്ന് കരുതി എല്ലാം 3 കൂടി ആവണമെന്നില്ല, നിർബന്ധമില്ല. അപ്പോൾ നമ്മളെല്ലാം നോക്കിയിട്ട് ആൻസറിലേക്ക് പോകാവൂ. A to F നോക്കി A 1 ആണ്, F 6 ആണ്. അപ്പോൾ 1 നിന്ന് 6ലേക്ക് പോകുമ്പോൾ എന്താണ്, 5 ആണ് കൂടുന്നത്. K to Q നോക്കിയാൽ K 11 Q 17. ഇപ്പോൾ നോക്കിയാൽ 6. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, എന്താണ് 3 4 5 6 അതേപോലെ എടുത്താൽ പോരാ. അപ്പോൾ ഇവിടെ എങ്ങനെ വന്നോ അതേ ഓർഡറിൽ എന്ത് ചെയ്യണം, ഇവിടെ എടുക്കണം, 3 4 5 6. ഇപ്പോൾ നോക്കി S +3 19 + 3 22. V A +4 ഇപ്പോൾ എന്ത് വരും, 5, അതായത് ഈ V E ഓക്കെ, I +5 9 + 5 14. ഇപ്പോൾ നമ്മൾ കൂട്ടാൻ എളുപ്പം, കൂട്ടാൻ നല്ല സ്പീഡായിരിക്കണം. ഇപ്പോൾ VEN L +6 നോക്കി, L 12 6 18. അപ്പോൾ എന്ത് വരും, 6. അപ്പോൾ VENR ഇത്രയേ ഉള്ളൂ. VENR ഓപ്ഷൻ സി ആണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ രാമ എന്ന് പറയുന്ന വേർഡ് MAR എന്നാണ് മാറിയിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ രാമ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ് തന്നെയാണ് മാര എന്ന് പറയുന്ന വേർഡിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആഡ് ചെയ്തതോ മൈനസ് ചെയ്തതോ ഒന്നും അല്ല. ഇവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. മനസ്സിലായോ, അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിയിൽ സീത എന്ന് പറയുന്ന വേർഡിനെ അറേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എല്ലാത്തിനും നമുക്കിങ്ങനെ ആഡ് ചെയ്ത് പോകണമെന്നാവുന്നില്ല, ആഡ് ചെയ്ത് പോകുന്ന രീതിയിൽ ആകണമെന്നില്ല. ഇതേപോലെ അറേഞ്ച് ചെയ്യുന്ന രീതിയിലാകാം. ഇപ്പോൾ നിങ്ങൾ നോക്കി എന്താണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്, ഈ 6 ഇങ്ങോട്ട് പോയി, കണ്ടോ. ഇപ്പോൾ ഈ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 2 A ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് A ആണ് ഇങ്ങോട്ട് വന്നേ നമുക്ക് ഡൗട്ട് വരും, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ M ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏത് A ആണ് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നേ നമുക്ക് ഡൗട്ട് വരും. അപ്പോൾ ഇതേ രീതിയിലാണല്ലോ ഇപ്പുറത്ത് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഈ S ഇങ്ങോട്ട് വരുമല്ലോ, S ഇങ്ങോട്ട് വരും. Iയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, T ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോൾ T ഇടയ്ക്ക് എന്ത് വരുമെന്ന് അറിയില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ A ആണ്, അതായത് അവസാനം കിടക്കുന്ന A ആണ് രണ്ടാമത് വന്നിരുന്നതെങ്കിൽ ഒരു ചാൻസ് പറയുകയാണ്, അങ്ങനെയാണ് ഇവിടെ ഈ A അല്ല ഇവിടെ വരേണ്ടത്. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ നോക്കി, TA എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, TA എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ, ഇല്ല. അതിൻ്റെ അർത്ഥം
അതാണ്ട് ഈ എ ആണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അതായത് ഇവർ മൂന്നുമാണ് ഇൻ്റർചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ എ അതുപോലെ തന്നെ കിടക്കുകയാണ്. കാര്യം മനസ്സിലായോ? അതായത് ഇവിടെ വരേണ്ട ആരാണ്? ഐ ആണ് വരേണ്ടത്. ഇവിടെ വരേണ്ട ഐ ആണ്. അതായത് ഇവർ മൂന്നും ഇൻ്റർചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഈ എ എന്ത് ചെയ്യും? അതേ പൊസിഷനിൽ തന്നെ വരും. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ. അപ്പോൾ എങ്ങനെ അത് മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, നമുക്ക് തന്നേക്കുന്ന വേർഡിൽ ലെറ്റേഴ്സ് തന്നെ അല്ലേ ആ കോഡ് ആ ഒരു അനലോഗിയിലും വന്നേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, പ്രത്യേകിച്ച് ആഡ് ചെയ്തിരിക്കുക അല്ല എന്നുള്ള കാര്യം നമുക്ക് അവിടുന്ന് മനസ്സിലാവും. അവിടെ എങ്ങനെയാണോ അറേഞ്ച് ചെയ്ത് അതേപോലെ എന്ത് ചെയ്താൽ മതി, ഇപ്പുറത്തും അറേഞ്ച് ചെയ്താൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ റാറ്റ് എന്ന് പറയുന്നത് SDY, അങ്ങനെയാണെങ്കിൽ ബാഡ് എന്ന് പറയുന്നത് എന്താവും? ബാഡ് എന്ന് പറയുന്നത് എന്താവും? R2S നോക്കിയാൽ R18 ആണ്, S9. അപ്പോൾ എന്താണ് അടുത്ത തൊട്ടടുത്ത ലെറ്റർ ആണ്. അപ്പോൾ +1. A to D എടുത്താൽ A1 D4, അപ്പോൾ അവിടെ എന്താണ് +3. T to Y എടുത്താൽ T20 Y25, അപ്പോൾ എന്താണ് +5. ഇപ്പോൾ എന്താണ് 135. ഇപ്പോൾ ഇവിടെ എങ്ങനെ വന്നു അതേപോലെ എന്ത് ചെയ്താൽ മതി, ഇവിടെ ചെയ്താൽ പോരെ. +1 +3 +y. ഇപ്പോൾ നോക്കിയേ B+1 C വരും, A+3 1 + 3 4, D വരും, D+5 4 5 9 I വരും. ആൻസർ ആയി. ഓക്കെ, CDI ഓപ്ഷൻ എ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ നോക്കാം, ABC എന്ന് പറയുന്നത് ZYX, അങ്ങനെയാണെങ്കിൽ DEF എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഇപ്പോൾ നോക്കാം. ഇപ്പോൾ A to Z, ഇപ്പോൾ A to Z നിങ്ങൾ നോക്കിയാൽ A1ഉം Z26 ആണ്. അപ്പം +25. അപ്പോൾ അത്രയും വലുത് വരുമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് വരും. അപ്പോൾ അടുത്തവിടെ നോക്കിയേ BY എടുത്താൽ B2ഉം Y25, അവിടെ +23 ആവും. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ ആഡ് ചെയ്യുന്നതല്ല. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാര്യം മനസ്സിലാവും. എന്താണ്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് അല്ലേ? അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു രീതിയിൽ എഴുതുന്നത്. നാണ്ട് നോക്കി, എയുടെ നാണ്ട് ഓപ്പോസിറ്റ് അല്ലേ Z, അവിടെ ബിയുടെ ഓപ്പോസിറ്റ് അല്ലേ Y, സിയുടെ ഓപ്പോസിറ്റ് അല്ലേ X. ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരും. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എഴുതുന്നത്. അപ്പോൾ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം. ഡിയുടെ ഓപ്പോസിറ്റ് എന്താണ്? W. ഇയുടെ ഓപ്പോസിറ്റ് എന്താണ്? V. എഫിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? U. അതിൻ്റെ ആൻസറായി WVU ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, കാര്യം ഇവിടെ കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പം പ്ലസ് ആഡ് ചെയ്ത് വരാം, സബ്ട്രാക്ട് ചെയ്ത് വരാം, ഓപ്പോസിറ്റും വരാം. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അനലോഗിയുടെ ആൽഫബറ്റ് അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം വേർഡ് അനലോഗ് ചെയ്തു, ആൽഫബറ്റ് അനലോഗ് ചെയ്തു, അടുത്ത നമ്പർ അനലോഗിയാണ്. അതായത് നമ്പറിൻ്റെ ഒരു കണക്ഷനാണ്. അത് ആഡ് ചെയ്താകാം, സബ്ട്രാക്ട് ചെയ്താകാം, മൾട്ടിപ്ലൈ ചെയ്ത് വരാം, ഡിവൈഡ് ചെയ്ത് വരാം, സ്ക്വയർ നമ്പർ വരാം. അപ്പോൾ ഇത് സ്ക്വയർ നമ്പറും ക്യൂബ് നമ്പറും ഒക്കെ നമ്മളിവിടെ പഠിച്ചു വെച്ചാൽ, അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 8 എന്നുള്ളത് 96 ആയെങ്കിൽ 7 എന്നുള്ളത് എന്താവും? ഇപ്പോൾ ഈ 8 96 തമ്മിലുള്ള കണക്ഷൻ എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾ സ്ക്വയർ നമ്പർ ഒന്നുമല്ല, കാരണം 8ൻ്റെ സ്ക്വയർ 64 അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് എങ്ങനെ കണക്ട് ചെയ്യാൻ ആലോചിച്ച് നോക്കി. 8 to 96 എങ്ങനെ കണക്ട് ചെയ്യാം? 8ൻ്റെ ടേബിളിൽ വരുന്ന ആളാണോ 96? 8 into 12 ആണ് 96 എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് ഞാൻ ടേബിൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. മാത്സിനകത്ത് നിങ്ങൾക്കത് പറയും. 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ടേബിൾ കാണാതെ അറിയണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ അറിയണം. എന്നാലും നമുക്ക് പെട്ടെന്ന് ഈ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ ആലോചിക്കാൻ എന്ത് ചെയ്യും? ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഇവിടെ into 12 ആണ്. ഇപ്പോൾ നോക്കിയാൽ 7 ആണെങ്കിൽ അപ്പോൾ എന്ത് വരും? 7നെ അതുപോലെ എന്ത് ചെയ്താൽ മതി? into 12 ചെയ്താൽ മതി. ഇപ്പോൾ എന്ത് വരും? 84 ആണ് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണോ കണക്ഷൻ വരുന്നത് അതേപോലെ അടുത്തതിനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ 9 to 20 ആണെങ്കിൽ 21ന് കറസ്പോണ്ടിങ് എന്ത് വരും? ഇപ്പോൾ 9 to 20 എങ്ങനെ കണക്ട് ചെയ്യാം? 9ൻ്റെ ടേബിളിൽ വരുന്ന ആളല്ല. വേണമെങ്കിൽ ഇവിടെ +11 എന്നുള്ള രീതിയിൽ ആലോചിക്കാം. 9 + 11 ആണല്ലോ 20. ഇപ്പോൾ 21 + 11 32. ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ പ്ലസ് ചെയ്തേക്കും അല്ല. 9ൻ്റെ ടേബിളിൽ വരുന്ന ആളല്ലെങ്കിലും 9ൻ്റെ ടേബിളിൽ അടുത്ത് വരുന്ന ആളല്ലേ. ഇപ്പോൾ എങ്ങനെ പറയാം? 9 into 2 18 ആണ്. ഒരു 2ഉം കൂടെ ആഡ് ചെയ്താൽ 20 ആയില്ലേ? 9 into 2 18 + 2 ചെയ്താൽ 20 ആയില്ലേ? അപ്പോൾ അതേപോലെ 21നെ കണക്ട് ചെയ്താൽ പോരെ. 21 into 2 21 into 2 42 42 + 2 44. അങ്ങനെയാണ് നമ്മൾ 44 എന്നുള്ള ആൻസറിലേക്ക് എത്തുന്നത്. 44 ആണ് ഇവിടെ ആൻസറായിട്ട് വരും. അപ്പം കറക്റ്റ് അതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണമെന്നില്ല. അതിൻ്റെ കൂടെ ആഡ് ചെയ്തോ സബ്ട്രാക്ട് ചെയ്തോ വരാം, സബ്ട്രാക്ട് ചെയ്തും വരാം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്താവും? പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇവിടെ 12 46 ആയെങ്കിൽ 18 എന്തായിട്ട് മാറും? 12 എന്നുള്ളത് 46 ആയിട്ട് മാറുമെങ്കിൽ 18 എന്നുള്ളത് എന്തായിട്ട് മാറും?
ഇപ്പോൾ നോക്കിയേ, 12 46 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ +20 +34 എന്നുള്ള ഒരു രീതിയിൽ എടുക്കാം. പക്ഷേ നമ്മൾ 18ൻ്റെ കൂടെ 34 ആഡ് ചെയ്താൽ അത് ഓപ്ഷനിലുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. 12ൻ്റെ മൾട്ടിപ്പിൾ ആണോ 46? അല്ല. പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്, ടേബിൾ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ ടേബിൾ കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ ഇത് നമ്മൾ കാണാതെ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് ആലോചിച്ചെടുക്കാം. ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇവിടെ സാധ്യത? 12 × 4 എത്രയാണ്? 48 ആണ്. അതിൽ നിന്ന് ഒരു 2 മൈനസ് ചെയ്താൽ പോരെ? 46 ആയില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ 18നെ അതേപോലെ ചെയ്താൽ പോരെ? × 4 - 2. 18 × 4 എത്രയാണ്? 18 × 4 72 ആണ്. 72 നിന്ന് ഒരു 2 സബ്ട്രാക്ട് ചെയ്താൽ പോരെ? അപ്പോൾ 70 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ നമ്പർ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് 19 എന്നുള്ളത് 361 എന്ന് വന്നെങ്കിൽ ഇവിടെ അതിന് അതേപോലെ വരുന്ന പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതെന്താണ് ബന്ധമെന്ന് ആദ്യം മനസ്സിലാക്കിയത്. 19 361 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പോൾ അതാണ് ഞാൻ സ്ക്വയർ നമ്പർ പഠിക്കണമെന്ന് പറഞ്ഞത്. 19ൻ്റെ സ്ക്വയർ ആണ് 361 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരണം, ഇതിൻ്റെ സ്ക്വയർ അല്ലേ എന്ന് ഓർമ്മ വരണം. അപ്പം അതേപോലെ വരുന്ന പെയർ ഏതാണ്? 13 169 അല്ലേ? 13ൻ്റെ സ്ക്വയർ അല്ലേ 169? അപ്പോൾ അത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 ആണ്. അപ്പോൾ അതല്ലല്ലോ വന്നേക്കുന്നത്. 9ൻ്റെ സ്ക്വയർ എത്രയാണ്? 81 ആണ്. 12ൻ്റെ ആണെങ്കിൽ 144 ആണ്. അപ്പം ബാക്കിയുള്ളതൊന്നും ശരിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ നമ്പർ അനലോഗിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 329 ആയെങ്കിൽ 6 എന്താവും? 329 ആയെങ്കിൽ 6 എന്താവും? ഇപ്പോൾ ഇവിടെ എന്താണ് റിലേഷൻ? 3 × 29 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പം നിങ്ങൾ വിചാരിക്കുക 3 × 9 27 ആണ്, +2 9 × 9 +2 അതൊരു പോസിബിലിറ്റി ആണ്. പക്ഷേ 6 × 9 +2 ഓപ്ഷനിലുണ്ടോ? 6 × 9 54 +2 ചെയ്താൽ 56. അത് ഓപ്ഷനേ ഇല്ല. അപ്പോൾ ഓപ്ഷൻ ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു പോസിബിലിറ്റി അല്ല. മനസ്സിലായോ? പിന്നെ എങ്ങനെ നമുക്ക് 3 × 29 തമ്മിൽ കണക്ട് ചെയ്യാം? 3യുടെ സ്ക്വയർ 9 ആണ്. അപ്പോൾ അത് വെച്ച് എടുക്കാൻ പറ്റത്തില്ല. കുറച്ചും കൂടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ എന്താണ് ക്യൂബ് നമ്പർ റിലേറ്റഡ് ആണ്. ക്യൂബ് വെച്ചിട്ടുള്ള റിലേഷനാണ്. ഇപ്പോൾ 3യുടെ ക്യൂബ് ആണോ 29? 3യുടെ ക്യൂബ് 27 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യൂബ് നമ്പർ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. 3യുടെ ക്യൂബ് 27 ആണ്. പക്ഷേ 27 അല്ല വന്നത്, അതിൻ്റെ കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും ഒരു 2 കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. കാര്യം മനസ്സിലായോ? 3 ക്യൂബ് +2 എന്ന് വരും. അതേപോലെ ഇതും ചെയ്താൽ പോരെ? അപ്പോൾ 6ൻ്റെ ക്യൂബിൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു 2 അങ്ങ് ആഡ് ചെയ്താൽ പോരെ? 6ൻ്റെ ക്യൂബ് എത്ര? അതാണ് ഞാൻ പറഞ്ഞത്, അത് കാണാതെ പഠിക്കണമെന്ന്. 216 ആണ്. 216 + 2 218 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 218 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ടേബിൾ അറിയണം, സ്ക്വയർ നമ്പർ അറിയണം, ക്യൂബ് അറിയണം, അതേപോലെ പ്രൈം നമ്പേഴ്സ് അറിയണം. അപ്പോൾ ഇതെല്ലാം ഇവിടെ ആവശ്യമായിട്ട് വരും. ഇതെല്ലാം കൃത്യമായിട്ട് പഠിച്ചാലും അത് മാത്സിന് മാത്രമല്ല, നമുക്ക് റീസണിങ്ങിനും ഇതെല്ലാം ആവശ്യമാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 7 350 ആയെങ്കിൽ 8 എന്താവും? ഇപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 7ഉം 350 തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പം ചിലർക്ക് തോന്നും 7 × 5 35 ആണ്, അതായത് 7 × 50 എന്ന് പറയാം. പക്ഷേ 8 × 50 ചെയ്താൽ അത് ഓപ്ഷനിലുണ്ടോ? 8 × 50 വരുമ്പോൾ 400 വരും. പക്ഷേ അത് ഓപ്ഷനിൽ ഇല്ലല്ലോ. അപ്പോൾ അതല്ല. ഇനി നോക്കിയാൽ സ്ക്വയർ നമ്പറോ ക്യൂബോ. അപ്പോൾ ഇവിടെ ക്യൂബ് വെച്ചിട്ടുള്ള കണക്ഷനാണ്. 7ൻ്റെ ക്യൂബ് എത്രയാണ്? 7ൻ്റെ ക്യൂബ് 343 ആണ്. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്തിരിക്കുകയാണ്? വീണ്ടും ഒരു 7ഉം കൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതായത് 7 ക്യൂബ് + 7 ആണ് 350 എന്ന് പറയുന്നത്. അപ്പോൾ അതിന് അതേപോലെ 8നെയും ചെയ്താൽ പോരെ? അപ്പോൾ എന്താണ് 8 ക്യൂബ് + 7 വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 7 വന്നു, പക്ഷേ ഈ 7 ഫിക്സ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 8 ക്യൂബ് എത്രയാണ്? 8 ക്യൂബ് എന്ന് പറയുന്നത് 512 ആണ്. 512 + 7 519 ഓപ്ഷനിലുണ്ടോ? ഇല്ല. ഇപ്പോൾ എന്താണ് സംഭവം? ആ നമ്പർ തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായി? ആ നമ്പർ തന്നെയാണ് വീണ്ടും ആഡ് ചെയ്തിരിക്കുന്നത്. അതായത് വീണ്ടും 7 അല്ല ആഡ് ചെയ്യേണ്ടത്, 8 ആണ് ആഡ് ചെയ്യേണ്ടത്. കാര്യം മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ 512 + 8 എന്ന് വരും. എത്ര വരും? 520 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. 520 ആണ് ഓപ്ഷൻ എ ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഫിക്സ് ആവണമെന്നില്ല. അത് നമുക്ക് തന്നേക്കുന്ന നമ്പറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് കൂടെ നോക്കേണ്ട കേസ് വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 520 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അനലോഗി ബേസ്ഡ് ആയിട്ടുള്ളത് പറഞ്ഞത്. ഇപ്പോൾ അനലോഗി, വേർഡ് അനലോഗി പറഞ്ഞു, ആൽഫബറ്റ് അനലോഗി പറഞ്ഞു, നമ്പർ അനലോഗി പറഞ്ഞു. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക്
ക്ലാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.